പ്രേക്ഷകർ എന്നും ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വവുമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് ജെസ്സി തമ്പി. ഞാനിവിടെ തേജസ് ടൈലറിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞ ആർട്ട് വർക്കിൻ്റെ കുറേ ക്ലാസ്സുകളാണ് നടത്തുന്നത്. 10-30 കൊല്ലമായി ഞാനിത് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പോൾ ഞാൻ വെണ്ണലയിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെയാണ് എൻ്റെ ക്ലാസ്. ഇതിൽ മെയിനായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് പഠിപ്പിക്കുന്നു. അതുകൂടാതെ മ്യൂറൽ പെയിൻറ്റിങ്, ആർട്ട്, ക്രാഫ്റ്റ്, നെറ്റിപ്പട്ടം, ഓയിൽ പെയിൻറ്റ്, അങ്ങനെയുള്ള വിവിധ ഇനം കലകൾ ഞാൻ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതലും സ്ത്രീകൾക്ക് ആവശ്യം വരുന്നത് ഈ സമയത്ത് ഇപ്പോൾ ടൈലറിങ്ങിനാണ്. ടൈലറിങ്, ഹാൻഡ് എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറി, കട്ട് വർക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർക്ക് പഠിക്കാനുള്ള താല്പര്യം. കൂടാതെ മ്യൂറൽ പെയിൻറ്റിനും ഈ സമയത്ത് ഇപ്പോൾ നല്ലൊരു ഇതാണ്. അത് 3 തരത്തിൽ മ്യൂറൽ പെയിൻറ്റ് ഞാൻ പഠിപ്പിക്കുന്നു. ക്യാൻവാസ് ബോർഡിൽ, ഫാബ്രിക്കിൽ, മെറ്റൽ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പോട്ട് ഡിസൈനിങ്, എംബോസിങ്, അതിലും മ്യൂറൽ പെയിൻറ്റിങ് ധാരാളമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഫ്ലവർ മേക്കിംഗ്, ആർട്ടിഫിഷ്യൽ ഫ്ലവർ മേക്കിംഗ് ഉണ്ട്. സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്തുന്ന ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ച് അത് പഠിപ്പിക്കുന്നു. ഡോൾ മേക്കിംഗ്, അങ്ങനെയുള്ള വിവിധ ഇനം കലകൾ പഠിപ്പിക്കുന്നു. പിന്നെ കൂടാതെ മസായി പെയിൻറ്റ്, ഓയിൽ പെയിൻറ്റിൻ്റെ ഒപ്പം തന്നെ നിപ്പ് പെയിൻറ്റ്, നൈഫ് പെയിൻറ്റ്, അങ്ങനെ ഒത്തിരി ഇനം ഒരു 100-150 ഐറ്റംസ് തന്നെ ക്രാഫ്റ്റിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് കൂടുതലും ആവശ്യം വരുന്നത് ടൈലറിങ് തന്നെയാണ്. കാരണം ഒരു ചുരിദാർ തയ്ക്കുന്നെങ്കിൽ ഒത്തിരി കോസ്റ്റ്, നമുക്ക് തുണി മേടിച്ച് അത് തയ്ക്കുന്നതിനാണ് കൂടുതലും കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കത് സ്വയമായിട്ട് അത് ചെയ്തെടുക്കുമ്പോൾ ഉള്ള തൃപ്തിയും ആ ലാഭവും നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും സ്വയം പഠിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എളുപ്പത്തിൽ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുമുണ്ട് ഇവിടെ. അതൊരു 1 മന്ത് കൊണ്ട് തന്നെ ടൈലറിങ് കംപ്ലീറ്റ് ബേസ് തുടങ്ങി ഞാൻ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. കൂടാതെ ഹാൻഡ് എംബ്രോയ്ഡറി തന്നെ പല സാരി ഡിസൈനിങ് കോഴ്സ്, ഫാഷൻ ഡിസൈനിങ്, അങ്ങനെയുള്ള ഇത്. പിന്നെ കൂടാതെ കാന്ത വർക്ക്, കച്ച് വർക്ക്, ആര്യ വർക്ക്, അങ്ങനെയുള്ള വിവിധ ഇനം എംബ്രോയ്ഡറികളും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മെഷീൻ എംബ്രോയ്ഡറിയിൽ കട്ട് വർക്ക്, അതാണ് മെയിൻ. ഇപ്പോൾ എല്ലാവർക്കും കൂടുതൽ താല്പര്യം. എന്നുവെച്ചാൽ ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോ സ്ലീവിലോ നെക്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല ഓരോ കട്ട് വർക്ക് ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തൃപ്തി നമുക്ക് കാണാനും ഭംഗിയാണ്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് തന്നെയാണെങ്കിൽ ക്രാഫ്റ്റ്, അതായത് വിവിധ തുണികൾ, ക്ലോത്ത് കൊണ്ടും നമുക്ക് എംസിൽ ഉപയോഗിച്ച് സാധാരണ ജോർജറ്റ് തുണികൾ, അങ്ങനെയുള്ള തുണികളെല്ലാം ഉപയോഗിച്ച് ഫ്ലവർ മേക്കിംഗ് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിനും കൂടുതലായിട്ട് നമുക്ക് ഒരു വരുമാനം സൃഷ്ടിക്കാവുന്നതാണ്. അതുകൂടാതെ നമ്മൾക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ രംഗത്ത് ഓയിൽ പെയിൻറ്റിന് നല്ല മാർക്കറ്റാണ്. അതോടൊപ്പം തന്നെ മ്യൂറൽ പെയിൻറ്റും, ഇത് രണ്ടും നമുക്ക് ചെയ്ത് കൊടുക്കുവാനും അതിൽ നിന്നുള്ള വരുമാനം തന്നെ നമുക്കൊരു വീട്ടിലെ വീട്ടമ്മമാർക്ക്, പ്രത്യേകിച്ചും സമയമില്ലാതെ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത്.
നമുക്ക് എപ്പോഴും സമയമില്ല എന്ന് പറയുന്നത് അരമണിക്കൂർ ഡെയിലി ചെയ്യാമെങ്കിൽ മാത്രം ഒരു നല്ലൊരു വരുമാനം ഒരാഴ്ചയിൽ സമ്പാദിക്കുക എന്നുള്ളതാണ് എൻ്റെ നേട്ടം. ഞാനിവിടെ ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവനും ചെയ്തു കൊടുക്കുന്നത് കൂടാതെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൂടുതലും ചെയ്യുന്നത്. എംബ്രോയ്ഡറി ഇനത്തിൽ തന്നെ നമുക്കൊരു ഡ്രസ്സ് തയ്ച്ചു കഴിഞ്ഞാൽ ബീഡ്സ് വർക്ക് അതിൽ തന്നെ പല ഇനമുണ്ട്. സ്റ്റോൺ വർക്ക്, ബീഡ്സ് വർക്ക്, മിറർ വർക്ക്, അങ്ങനെയുള്ള പല ഇനം എംബ്രോയ്ഡറികളും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുന്നതിനും ചെയ്യാനുള്ള പുതിയ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് സ്വയം ഇപ്പോൾ ഒരു ഫാബ്രിക് പെയിൻറ് തന്നെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈനിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. എംബ്രോയ്ഡറി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫാബ്രിക് പെയിൻറ് ആ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ കംപ്ലീറ്റ് നമുക്ക് സ്റ്റിച്ച് കൊണ്ട് ചെയ്യാം. അതും ഒരു ഭംഗി തന്നെയാണ്. പിന്നെ നെറ്റ് ഉപയോഗിച്ച് കട്ട് വർക്ക് ചെയ്യുക, താഴെ നെറ്റ് പിടിപ്പിച്ച് അതിൻ്റെ വെച്ചിട്ട് കട്ട് വർക്ക് ചെയ്താൽ അത് മനോഹരമായൊരു ഡിസൈനായിരിക്കും. ചെറിയൊരു ഡിസൈൻ മതി, നല്ല വരുമാനമാണ്. വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഇത് നല്ലൊരു തൊഴിലവസരമാണ്. നമ്മളൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ വീട്ടിൽ പിള്ളേരുടെ കാര്യങ്ങളാണെങ്കിലും പിള്ളേരെ നോക്കാം, വീട്ടിലെ കാര്യങ്ങളും നോക്കാം. അതോടൊപ്പം തന്നെ നല്ലൊരു വരുമാനം കിട്ടും. എനിക്ക് സ്കൂളിൽ ഞാൻ ജോലി ഉണ്ടായിരുന്ന ആളായിരുന്നു. അതെല്ലാം നിർത്തിയിട്ടാണ് ഈ രംഗത്ത് ഞാൻ ഒരു 10-30 കൊല്ലമായി ഞാൻ പഠിച്ചിരുന്നു. അതിന് ശേഷം ഓരോ വർക്കുകളും പുതിയതായി ചെയ്ത് ഇവിടം വരെ എത്തി. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്ലാസ്. ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് കൂടുതൽ ഇനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചൊരു ഡോളികൾ ഉണ്ടാക്കാം, പലതരം ഡോൾ മേക്കിംഗ് ഉണ്ട്. കൂടാതെ ഈ പോട്ട് മേക്കിംഗ്, ഡെക്കോ പേജ്, ഫാബ്രിക് പെയിൻറ് കൊണ്ട് തന്നെ പല എംബോസിങ്, മ്യൂറൽ പെയിൻറ് പോട്ടിൽ ചെയ്യാം. അങ്ങനെ പല ഇനം പോട്ടുകൾ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അതും നല്ലൊരു വരുമാനമായിട്ട് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ ഫ്ലവർ മേക്കിംഗ്, ജോർജറ്റ് തുണി, ഓർഗൻഡി തുണി, സാധാരണ സോളാർ വുഡ്, അങ്ങനെ ഡ്രൈ ഫ്ലവേഴ്സ്, അതെല്ലാം നമുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിരിക്കും. പിന്നെ കൂടാതെ നമുക്ക് ഇപ്പോൾ പുതിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവർ മേക്കിംഗ്, ഡോൾ മേക്കിങ്ങിൻ്റെ ഡ്രസ്സ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതും ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്, ഇപ്പോൾ ഒരു സാരീസ് തന്നെ നമുക്ക് പൊതുവായിട്ട് വില കുറഞ്ഞ സാരി ആയാലും, ഇപ്പോൾ കേരള സാരിയോ അല്ലെങ്കിൽ സിൽക്കാണെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു സാരിയിൽ ഒരു ഡിസൈൻ, മ്യൂറൽ ഡിസൈൻ ചെയ്യാം. അത് നല്ലൊരു വർക്കും ഷർട്ടിൽ, ജെൻസിനാണെങ്കിലും തന്നെ ഷർട്ടിൽ ചെയ്യാം, പിള്ളേർക്ക് ഫ്രോക്കിൽ ചെയ്യാം. അങ്ങനെ ഒരു മ്യൂറൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി നല്ല ഭംഗിയായിട്ട് കാണാവുന്ന ഒരു ഡിസൈനാണ്. എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ പഠിച്ചു കഴിഞ്ഞാൽ. പിന്നെ ക്യാൻവാസിലാണെങ്കിൽ തന്നെ നമ്മൾ ആ മ്യൂറൽ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം.
പല വരുമാനങ്ങൾ അതിൽ നിന്നുണ്ടാക്കാം. പിന്നെ ക്യാൻവാസ് ബോർഡിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്, അതും നമുക്ക് നല്ലൊരു വരുമാനമാണ്. ഈ മ്യൂറൽ പെയിൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഭയം, അതെന്തോ വരയ്ക്കാൻ അറിയണോ അങ്ങനെയുള്ള ഒരു ചിന്തയാണ് വരുന്നത്. അതൊന്നും വേണ്ട, നമുക്ക് സ്വയം തന്നെ ട്രേസ് പേപ്പർ വെച്ച് വരച്ച് അതിൽ പെയിൻറ്റിങ് ഷെയ്ഡിങ് കുറച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മ്യൂറലിലോട്ട് കയറാവൂ. അതിനു മുമ്പ് നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി അതും ഇവിടെ ഫാബ്രിക് പെയിൻറ്റ് ഞാൻ സ്റ്റാർട്ടിങ് ബേസ് തുടങ്ങി പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ഡിസൈനാണ് ആദ്യം സ്റ്റാർട്ടിങ് തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഒത്തിരി പെയിൻറ്റും വേണ്ട, അതും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഇപ്പോൾ പെയിൻറ്റിങ്, നമുക്ക് പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഓയിൽ പെയിൻറ്റ് മാത്രമല്ല, ഓയിൽ പെയിൻറ്റ് കൊണ്ട് തന്നെ ഇങ്ക് പെയിൻറ്റ്, നൈഫ് പെയിൻറ്റ്, മസായി, ഓയിൽ പെയിൻറ്റ് മസായി അല്ല എങ്കിലും മസായി പെയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബാംബു വർക്കുണ്ട്, ഗ്ലാസ് പെയിൻറ്റിങ്, മാർബിൾ പെയിൻറ്റിങ്, അങ്ങനെ ഒത്തിരി പെയിൻറ്റിങ്സ് തന്നെ നമുക്കിവിടെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾക്കിപ്പം പോട്ടിൽ പലതരം ഡിസൈൻസ് എംബോസ് ചെയ്തും കളർ പെയിൻറ്റിങ് ചെയ്തും ലാമിനേറ്റ് ചെയ്തും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ചാർക്കോൾ സ്റ്റമ്പിങ് ഉണ്ട്. പിന്നെ കൂടാതെ ജ്വല്ലറി മേക്കിംഗ് നല്ലൊരു വരുമാനമാണ്. നമുക്ക് സ്വയം തന്നെ ചെയ്യുകയാണെങ്കിൽ അത് ഒത്തിരി, എന്നെ സംബന്ധിച്ച് അത് നല്ലൊരു വരുമാനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ പഠിക്കുന്നവർക്കും നല്ലൊരു വരുമാനമായിട്ടാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. ജ്വല്ലറി പഠിപ്പിക്കുന്നു, ആർട്ടിഫിഷ്യലായിട്ടുള്ള ജ്വല്ലറിയുടെ പേപ്പർ അതൊന്നുമല്ല എങ്കിലും കൂടുതലും ഗോൾഡിൻ്റെയും മറ്റേ സ്റ്റോണിൻ്റെയും അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഞങ്ങളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഐസിങ് എംബോസിങ് ഉണ്ട്. ഐസിങ് എംബോസിങ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിസൈനാണത്. പിന്നെ കാൻഡിൽ മേക്കിംഗ് ഉണ്ട്. പോട്ടിൽ തന്നെ പല ടൈപ്പ് ജ്വല്ലറി ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഗ്ലാസ് പെയിൻറ്റിങ് കുട്ടികൾക്ക് ആയിട്ട് ചെറിയ ചെറിയ പാക്കിങ്. പിന്നെ പാക്കേജിൽ പെടുന്നത് ഇപ്പോൾ എംബ്രോയ്ഡറി ഐറ്റംസ് കൂടാതെ ഞങ്ങൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഡ്രോയിങ് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ ചെറിയ ചെറിയ ഗ്ലാസ് പെയിൻറ്റിങ്, ഗ്ലാസ് എംബോസിങ്, ഗ്ലാസ് എച്ചിങ്, അങ്ങനെ കുറച്ച് വിധ ചെറിയ ചെറിയ ഐറ്റംസ് അവർക്ക് പഠിപ്പിക്കുന്നു. ഫ്ലവർ മേക്കിംഗ് അങ്ങനെ എല്ലാം തന്നെയുണ്ട്. ഇതെല്ലാം പഠിച്ച് നമുക്ക് ഒരു വരുമാനം എന്ന് പറയുന്നതാണ് കൂടുതലും ഇതിൽ കിട്ടുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ജോലി ഉപേക്ഷിച്ചാണ് ഞാൻ ഈ രംഗത്ത് വന്നിട്ടുള്ളത്. 10-30 കൊല്ലമായിട്ട് ഞാനിവിടെ പഠിപ്പിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. എനിക്ക് നല്ലൊരു വരുമാനമായിട്ടാണ് ഇവിടെ. നമ്മളൊരു ജോലിക്ക് പോകണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്കൊരു ജോലിക്ക് പോകുന്നത്. ആ വരുമാനത്തിൽ എത്രയോ അധികം വരുമാനവും കിട്ടുന്നു, സന്തോഷവും മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും വലുത്. നമുക്ക് എത്ര അസുഖങ്ങൾ വരാനും ഇതിനുള്ള എല്ലാ സമയം കണ്ടെത്തണമെങ്കിൽ നമുക്കൊരു അസുഖത്തിൻ്റെ കാര്യങ്ങളെ തന്നെ നമ്മൾ മറന്നു പോവുകയാണ്. നമുക്കങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് തന്നെ ഒരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. അതാണ് ഏറ്റവും നമുക്ക് മനസ്സിൻ്റെ ആ സമാധാനവും സന്തോഷവും. അതിൽ കൂടുതലൊന്നും നമുക്കിതിൽ, എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതൽ അതാണ് സന്തോഷം, മനസ്സിൻ്റെ സന്തോഷം. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ രണ്ടാം വരുമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ നമ്മളെ വീടുകളിൽ ഇതെല്ലാം സ്വയം സമയം കണ്ടെത്തി നമുക്ക് കുറേ സാധനങ്ങളെല്ലാം ഇങ്ങനെ പഠിപ്പിച്ച് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വീട്ടിലുണ്ടാവുന്ന സംതൃപ്തി ഇതിൽ കൂടുതലൊന്നുമില്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ കൂടുതലും പഠിത്തത്തിനേക്കാളും കൂടുതലും താല്പര്യം കാണിച്ചിരുന്നത് കലകളോടായിരുന്നു. വരയും കാര്യങ്ങളും ഇത് തന്നെയായിരുന്നു. വീട്ടിലൊത്തിരി എനിക്ക് വഴക്കും കേൾക്കാറുണ്ടായിരുന്നു. എങ്കിലും ഞാനതൊന്നും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് വെക്കേഷൻ ക്ലാസ്സിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് ഞാൻ KGT കോഴ്സ് പാസ്സായി. അങ്ങനെ ഇത് പഠിക്കുന്ന രംഗത്ത് അന്നത്തെ കാലത്തൊക്കെ ഈ തയ്യൽ പഠിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഒരു താഴ്ന്ന ആൾക്കാർക്കുള്ള പോലെ ഒരു ചിന്താഗതി മനോഭാവമായിരുന്നു ആൾക്കാർക്ക്. തയ്യൽ പഠിക്കാൻ ഒരു മോശമായിരുന്നു. എങ്കിലും ഞാനതൊന്നും വിടാതെ അന്നത്തെ കാലത്തെ ഞാൻ KGT പാസ്സായി 10-30 കൊല്ലം മുമ്പ് തന്നെ. അന്ന് തുടങ്ങി ഇന്ന് വരെ. പക്ഷേ ഞാൻ സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നിട്ടും എനിക്ക് ഈ ഫീൽഡിലോട്ട് തന്നെയാണ് ഞാൻ വരാനുള്ള സാഹചര്യം എനിക്കുണ്ടായത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് ജോലിക്ക് പോകുന്നത് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലിരുന്ന് ബോറടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നാൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പഠിച്ചത് കൊണ്ട് എനിക്കിന്ന് നല്ലൊരു വരുമാനവും മനസ്സിന് സമാധാനവും സന്തോഷവും, കൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹെൽപ്പും എനിക്കുണ്ട്. അങ്ങനെയും കൂടി വേണം നമുക്ക് വീട്ടിലെല്ലാവരും സഹകരിച്ച് മക്കളും നമ്മളോട് അനുയോജിച്ച് പോവുകയാണെങ്കിൽ മക്കൾക്കും നല്ലൊരു മാതൃകയായി നമ്മൾ കാണിച്ചു കൊടുക്കുക.
ഞാൻ ചെറുപ്പം മുതലേ ഇതിനോട് താല്പര്യം കാണിച്ച് വരുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇതിനെ എതിർത്തുകൊണ്ടായിരുന്നു. KGT കോഴ്സിനൊക്കെ പഠിക്കണമെങ്കിൽ അത് ഹയറും ലോവറൊക്കെ പാസ്സാവണം, അതിനൊന്നും പോകണ്ട, ആ ഫീൽഡ് തന്നെ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. അന്ന് മെഷീൻ ചവിട്ടുമ്പോൾ കാല് വേദന വരും, അങ്ങനെയുള്ള ഓരോ ഇതായിരുന്നു ആൾക്കാർക്ക് മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഞാനിത് പഠിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെ ഞാൻ പഠിത്തത്തോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോയി എനിക്ക് ഇന്ന് ഈ സാഹചര്യത്തിൽ എത്താൻ എനിക്ക് സാധിച്ചു. വീട്ടിൽ അച്ഛനും അമ്മയും ഇത് പഠിക്കണ്ടെന്ന് പറയും. ഇന്നിപ്പോൾ അവരത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും അവർക്കും ഉണ്ട്. കാരണം ഈ നിലയിൽ ആയത് എത്തിച്ച് കാണിച്ചു കൊടുത്തതിൽ അവർക്ക് ഇപ്പോൾ എൻ്റെ സിസ്റ്ററുണ്ട്, ബ്രദറുണ്ട്, അവരൊക്കെ എല്ലാം വെറുതെ ഇരിക്കുക. എങ്കിലും അവരുടെ കൂടെ ഞാൻ അവരെക്കായി മുൻപിൽ ഒരു പടി മുന്നിലാണ് ഞാനിപ്പോൾ ഈ തൊഴിൽ രംഗത്ത്. എൻ്റെ അനിയത്തിക്ക് ജോലിയുണ്ട്, എങ്കിലും അവരെക്കായി ഒരു പടി മുന്നിലായിട്ട് തന്നെ ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിന് സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് കഴിയുന്ന എല്ലാ വീട്ടമ്മമാരും കുട്ടികളും ഇത് പഠിച്ചിരിക്കുക. ഇത് സ്വയം ഒരു തൊഴിൽ, നമുക്ക് എത്ര പഠിപ്പുണ്ടെങ്കിലും സ്വയം ഒരു തൊഴിൽ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതമാർഗവും സമാധാനവും സന്തോഷവും ആരോഗ്യത്തിനും നല്ലത്. പണ്ടെല്ലാം കുട്ടികളെല്ലാം ഇത് തയ്യൽ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ ആരും തന്നെ സമ്മതിക്കില്ലായിരുന്നു വീട്ടുകാരൊന്നും. ഇപ്പോഴത്തെ തലമുറയിലെ പെൺകുട്ടികൾക്കും ആൺകുട്ടികളടക്കം ഞാനിവിടെ ജ്വല്ലറി മേക്കിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കും താല്പര്യം, പിന്നെ സ്കൂളിലെ ഓരോ കോമ്പറ്റീഷനിലൊക്കെ ചേരാനായിട്ട് പഠിക്കാനുള്ള താല്പര്യം, അതോടൊപ്പം തയ്യൽ, അതിനാണ് മെയിൻ പെൺകുട്ടികൾക്ക് ഇപ്പോൾ. എംബ്രോയ്ഡറി, ചെറിയൊരു 8 വയസ്സ് കഴിയുമ്പോൾ തന്നെ എംബ്രോയ്ഡറിയൊക്കെ പഠിക്കുന്നത്. അവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് പോലും അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറയിലുള്ള പെൺകുട്ടികൾ ചെയ്യുന്നത്. നമ്മളൊക്കെ ഒരുവിധം പ്രായമായതിന് ശേഷമാണ് തയ്യലിനെ കുറിച്ചും സ്റ്റിച്ചൊക്കെ എങ്ങനെ ഒരുവിധം നീറ്റാക്കണം. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ സമൂഹത്തിലെ പിള്ളേർ നീറ്റായിട്ട് ചെയ്യാനും അവർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കഴിവും എല്ലാം തന്നെ കൂടുതലാണ് നമ്മളെ കൈ. പെട്ടെന്ന് പിക്കപ്പ് ചെയ്യും. ഇപ്പോഴത്തെ കൂടുതലും വെക്കേഷൻ ക്ലാസ്സിലും ഈവനിങ് ക്ലാസ്സൊക്കെ ആയിട്ടാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെ സമൂഹത്തിൽ നമ്മളുടെ പിള്ളേർ ഏത് ജോലിക്ക് പോകണമെങ്കിലും എല്ലാവർക്കും എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെ ഓരോ ഇതിലോട്ടായിരിക്കും. കൂടുതൽ പഠിപ്പിലാണ് എല്ലാവരും, മാതാപിതാക്കന്മാരും അവരെ അങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്കിലും നമ്മൾ എത്ര ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ ഒരു കൈത്തൊഴിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് തയ്യൽ പഠിക്കുക, ക്രാഫ്റ്റിങ്ങിനുള്ള ഇത് പഠിച്ചിരുന്നാൽ ഏത് കാലത്തും അവരുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നുള്ളതിന് മാതൃകയായിട്ട് ഇവിടെ ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. IT ഫീൽഡിലുള്ളവർ തന്നെ ഇപ്പോഴത്തെ ടെൻഷനും പല കാര്യങ്ങളും കൊണ്ട് അവർ റിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ തൊഴിൽ പഠിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതേപോലെ തന്നെ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കോഴിക്കോട് ഒരു സ്ത്രീ ഇവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പോയി അവിടെ ക്ലാസ് തുടങ്ങി. അവർക്ക് നല്ലൊരു മാതൃക. അത് പറയുമ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ഒത്തിരി ആൾക്കാർ അവർക്ക് വരുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, ഇത് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമ്മൾ പഠിച്ചിരിക്കുക. പ്രത്യേകിച്ചും തയ്യൽ, എംബ്രോയ്ഡറി, പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ് അങ്ങനെയുള്ള എല്ലാം ചെയ്താൽ ഒത്തിരി നല്ലതായിരിക്കും.